UAE ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും കരാറിനെ സ്വാഗതം ചെയ്തു. അന്തിമ കരാറിലേക്കുള്ള ഒരു ചുവടുവെപ്പായി ഇത് മാറട്ടെയെന്ന് ഇന്ന് ചേർന്ന UAE മന്ത്രിസഭാ യോഗവും പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് വെളുപ്പിന് ജനീവയിൽ ഇറാനുമായി വൻശക്തി രാജ്യങ്ങൾ ധാരണ രൂപപ്പെടുത്തിയ ഉടൻ തന്നെ വിവരം ഔദ്യോഗികമായി ഗൾഫ് രാജ്യങ്ങളെ വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി പോയ ദിവസം അബുദാബിയിൽ UAE നേതാക്കളുമായി നടത്തിയ ചർച്ചയിലും കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന സൂചനയാണ് നൽകിയിരുന്നത്. മേഖലയുടെ സുരക്ഷയ്ക്ക് കരാർ ഏറെ ഗുണം ചെയ്യുമെന്നാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. അതേസമയം ഇറാൻ ആണവ പദ്ധതിക്കുമേൽ കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കുമെന്നും US നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഉടൻ യോഗം ചേർന്ന് ഇറാൻ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നാണ് സൂചന. രാഷ്ട്രീയമായി കരാറിനെ അത്ര താൽപര്യത്തോടെയല്ല ഗൾഫ് രാജ്യങ്ങൾ വീക്ഷിക്കുന്നതെങ്കിലും വാണിജ്യ മേഖലയിൽ ഇത് ഗുണപരമായ മാറ്റങ്ങൾക്ക് പാതയൊരുക്കുമെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. നേരത്തെ പ്രതിവർഷം $24 ബില്യൺ വ്യാപാരമാണ് UAE മാത്രം ഇറാനുമായി നടത്തിവന്നത്. എന്നാൽ ഉപരോധവും മറ്റും കാരണം ഇത് $4 ബില്യണിലേക്ക് മൂക്കുകുത്തി. ഉപരോധത്തിൽ അയവ് ഉറപ്പായതോടെ രണ്ടിടങ്ങളിലെയും വാണിജ്യ കേന്ദ്രങ്ങൾ ആഹ്ലാദത്തിലാണ്. ഇറാൻ ആണവ പ്രശ്നത്തിൽ യുദ്ധത്തിന്റെ സാഹചര്യം മാറിയതിനാൽ ഇറാനിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും പ്രവാസികൾ ഉൾപ്പെടെ സാധാരണ മനുഷ്യരും സംതൃപ്തിയിലാണ്. ഇറാനുമായി രൂപപ്പെട്ട കരാറിനെ സ്വാഗതം ചെയ്യുകയാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. അതേസമയം 3 പതിറ്റാണ്ടിനിപ്പുറം ഇറാനുമായി വൻശക്തി രാജ്യങ്ങൾ കൈകോർക്കുന്നതിനെ ആശങ്കയോടുകൂടിയാണ് ഈ രാജ്യങ്ങൾ വിലയിരുത്തുന്നതും. MCA നാസർ, മീഡിയ 1, ദുബൈ.